ഹായ്. തങ്കലാൻ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സിനിമയ്ക്ക് പോകുമ്പോൾ. നല്ലൊരു സിനിമയാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വണ്ടർ അടിച്ചിരിക്കുക എന്ന് പറയുന്ന തിയേറ്റർ. അങ്ങനെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മാജിക് സൃഷ്ടിക്കുന്ന ഒരു ഗംഭീര സിനിമയായിരിക്കും തങ്കലാൻ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ആരൊക്കെയാണ് എവിടേക്കാണ് പറയേണ്ടത്, ആരൊക്കെയാണ് നമ്മൾ ഇതിൽ പ്രൈസ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ തങ്കലാൻ നിങ്ങൾ കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായില്ല. 2-2.25 മണിക്കൂറുള്ള സിനിമയാണ്. 2.5 മണിക്കൂർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഡ്യൂറേഷൻ നോക്കിയ സമയത്ത് 2.25 മണിക്കൂറാണ് കാണിക്കുന്നത്. ഈ 2.25 മണിക്കൂറും നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാന്ന് പറയില്ലേ. ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ, ഇതിന്റെ സ്റ്റോറി, ഇതിലെ ഓരോ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ വേഷവിധാനങ്ങൾ, മേക്കപ്പ്, ആർട്ട്, ലൊക്കേഷൻ, BGM, മ്യൂസിക്, പാട്ട്, എല്ലാം കൊണ്ടും ഗംഭീരം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഗംഭീരം എന്ന് പറയാൻ അതുക്കും മേലെന്തെങ്കിലും പറയണ്ടെങ്കിൽ അങ്ങനെ പറയണം. അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ തങ്കലാൻ എന്ന് പറഞ്ഞ സിനിമ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ ഗോൾഡ് മൈനിങ് കാര്യങ്ങൾ, പിന്നെ KGF, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി മറ്റൊരു KGF അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും അതുമായിട്ട് താരതമ്യം ചെയ്ത് പറയില്ല. ഇപ്പൊ കാണുന്ന KGF, നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ള ലോഗോ ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന്റെ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് നമുക്ക് അത്രയും കൺവിൻസിങ് ആയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഴിച്ചാണ് KGF എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഫീൽ വരെ നമുക്ക് ഫൈനലി ഈ സിനിമ കഴിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇതിന്റെ എന്താ പറയുക, ഈ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓരോന്നിൽ ഇങ്ങനെ എടുത്തെടുത്ത് പറയാം കേട്ടോ. എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്, ഇതിന്റെ ഒരു വലിയ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഓഫ് കോഴ്സ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്ന പോലെ ഇതിന്റെ സംവിധായകനായിട്ടുള്ള പാരഞ്ജിത്തിനാണ്. പാരഞ്ജിത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങനൊന്നും ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. എല്ലാ സിനിമകളും അതിൻ്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടുള്ള സിനിമകളാണ്. അതുപോലെ പൊളിറ്റിക്സ് മാത്രം അതിലേക്ക് ശ്രദ്ധ ഊന്നിക്കഴിഞ്ഞാൽ ഇവിടെ എന്താവും എന്നുള്ളൊരു തോന്നല് ഈ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊളിറ്റിക്സിലേക്ക് കൂടുതലായിട്ട് ഇടുവോ, അപ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധ ആയി പോകുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഈ പൊളിറ്റിക്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് അനുഭവിച്ചിരുന്ന ഈ മേൽക്കോയ്മയും താഴെ ജാതിക്കാരുടെ അവസ്ഥയും, അതല്ലാതെ പല ആളുകളും വന്ന് നമ്മളെ ഇങ്ങനെ ഉപയോഗിച്ച് നമ്മളെ പിഴിഞ്ഞ് നീരാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങൾ, അതുപോലെ ബ്രിട്ടീഷ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, പൊന്നിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ, അതിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ വണ്ടർ എന്ന് പറഞ്ഞ സാധനം, അതാണ് അത്ഭുതപ്പെടുത്തുക, ആ രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാധനം ഇപ്പൊ ഈ ട്രഷർ ഹണ്ട് പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ, ഇപ്പൊ ഹോളിവുഡിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സിനിമകളുണ്ട്, എന്നാൽ പോലും അതിൽ കൂടുതൽ ഡയലോഗ്സ് വന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു വലിപ്പിക്കുന്ന ഫീൽ നമുക്ക് ഒരു പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കണ്ടന്റിന് എവറി 2-3 മിനിറ്റ്സ് അത് കഴിയുമ്പോഴും ഒരു വമ്പൻ സാധനം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര നമ്മൾ പോവാണെങ്കിൽ ഇങ്ങനെ പോകുന്നതിനുള്ള ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാജിക്കൽ മൂവ്മെന്റ്സ് ഇവർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിലിങ്ങനെ മുഴുകി, നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇറങ്ങി ചെന്ന് അങ്ങനെ കാണുന്ന ഒരു ഫീലാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ടത്, ആദ്യം പറയേണ്ടത്, നമ്മൾ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പാരഞ്ജിത്തിനെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ഇതിലെ നായകനായിട്ട് വന്നിരിക്കുന്ന ചിയാൻ വിക്രം. ഈ ഒരു മനുഷ്യൻ അത്ഭുതമാണ്. ഈ മനുഷ്യൻ, ഈ ചിയാൻ വിക്രം എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എനിക്കറിയില്ല. ഇത് സ്പോയിലർ ഇല്ല, ഒട്ടും സ്പോയിലർ ഇല്ല, അതുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കേണ്ട. ഇതിൽ 3-4 ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ ജസ്റ്റ് ഒരു വേഷം കൊണ്ടോ അദ്ദേഹത്തിന്റെ ലുക്ക് കൊണ്ടോ ഒക്കെ 1-2 ഡയലോഗ് പറയുന്ന സാധനങ്ങളേ ഉള്ളൂ. പ്രധാനമായിട്ടും വന്നിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡബിൾ റോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ 5-6 സ്ഥലങ്ങൾ വരുന്നുണ്ട്, അത് അവിടെ കിടക്കട്ടെ. കാരണം ടിപ്പു സുൽത്താനായിട്ട് അങ്ങനത്തെ ഒരു ചെറിയ സാധനം ഉണ്ട്. ആ വേഷവിധാനത്തിൽ വന്ന് നിൽക്കുന്ന സാധനം ഉണ്ട്. കാളിയൻ അങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്. അതല്ലാതെ വേറെ ഒരു ഗരുഡന്റെ ഇതൊക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ട്. ഏറ്റവും തുടക്കത്തില് കുറച്ച് സംഭവം പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാ പറയുമ്പോൾ മനസ്സിലാവില്ല. ഈ ലുക്കൊന്നും അല്ലാതെ ഇപ്പൊ മുതുമുത്തച്ഛനും പേരമകനായിട്ടുള്ള 2 സാധനങ്ങളുണ്ട്. ഈ 2 സാധനങ്ങളും ആ കാലഘട്ടത്തിൽ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. മുടിയുടെ ലുക്കും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും ആ ക്യാരക്ടറിന് ഏകദേശം നടക്കുന്നതും ഒരുപോലെ തന്നെയാണ്. എന്നിട്ടും ആ ക്യാരക്ടറിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവര് എന്താ പറയാ, ഈ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ നടന് കഴിയുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്ലസ് ആണ്. കാരണം ഈ മുതുമുത്തശ്ശൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ചിട്ടൊരു സാധനമുണ്ട്. കടിച്ചു പിടിച്ചിട്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തുപ്പുന്നത്, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയിലെ ചില കട്ടിയുണ്ട്. ഓരോ അക്ഷരങ്ങളിൽ ഇങ്ങനെ ഒരു തപ്പുന്നതല്ല ആക്ച്വലി, പക്ഷെ കറക്റ്റായിട്ട് തിരിയാത്ത രീതിയിലുള്ള അന്ന് കാലത്ത്, പഴയ കാലത്ത് സംസാരമാണ്. ഒരു വ്യക്തമല്ലാത്ത എന്നാൽ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെ ഒരു സംസാര രീതിയുണ്ട്.
അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർ കറക്റ്റ് ലൈനിൽ പിടിച്ച ചെയ്തിട്ടുള്ളത്. നേരെ മകനിലേക്ക് വരുമ്പോൾ ആ സംസാരം അതുപോലെ തന്നെയാണ്, പക്ഷെ അതിൽ എന്തോ ഒരു ഡിഫറൻസ് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡയലോഗ് ഡെലിവറിയിൽ പോലും അത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയാന്ന് പറഞ്ഞത് അത്രയും മികച്ചൊരു നടന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ആൻഡ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ക്യാരക്ടറും രണ്ട് വിധം, ഒരേ സ്വഭാവമാണെങ്കിൽ പോലും, ഒരേ നടത്തമാണെങ്കിലും, ഒരേ ഡ്രസ്സിങ് ആണെങ്കിലും, എവിടെയോ നമുക്കത് പറയാൻ കഴിയുന്നില്ല, പക്ഷെ എന്തോ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള ആളാണ് ഒന്ന് പാർവതി തിരുവോത്ത്. പാർവതിയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ മികച്ചതായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർ രണ്ടും തമ്മിലുള്ള ചില ഭാര്യ ഭർത്താക്കന്മാരുമ്പോൾ അവരുടെ പേഴ്സണൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും, കൈ ഇങ്ങനെ പലതരത്തേക്കും പോകുന്നത്, പലതരത്തിലുള്ള ചെറിയൊരു, മനസ്സിലായില്ല, ഡബിൾ മീനിങ് പോലത്തെ കുറച്ച് സാധനങ്ങൾ. ഡബിൾ മീനിങ് ആയിട്ടല്ല പറയുന്നത്, പച്ചയ്ക്ക് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും മോശമായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ആ ക്യാരക്ടർ അങ്ങനെയാണ്, ആ സ്ഥലം അങ്ങനെയാണ്, അവരങ്ങനെയാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കാണാൻ പറ്റുന്നത്. അത്തരത്തിലൊക്കെ ഇങ്ങനത്തെ സീനൊക്കെ കാണുന്നത് വളരെ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കം സിനിമകളിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് നന്നായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുകയെന്ന് അറിയും. അതുപോലെ മാളവിക, ഇതില് അരുന്ധതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറാണ് ഇതിലെ ബെസ്റ്റ് ക്യാരക്ടർ. അത് പുള്ളിക്കാരി ഒരു ഫൈറ്റ് പഠിക്കാൻ വേണ്ടി മറ്റേ വട്ടി ഇങ്ങനെ കറക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ പഠിക്കാൻ കഴിയാഞ്ഞിട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്ത് പിന്നെയും പിന്നെ അവർ ട്രൈ ചെയ്ത് അവസാനം പഠിപ്പിക്കാൻ വേറെ ആളെ കൊണ്ടുവന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സീൻസാണ് പറയുന്നത്. അതിനുള്ള ഗുണമുണ്ട്, അതിനുള്ള ആള് മാളവികയുണ്ട്. അവരെ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഒരു എന്താ പറയാ, പ്രൊഡക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ റെസിപ്പിയന്റ് കറക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്നാന്ന് പറയില്ല, അങ്ങനെ പ്രൊഡക്റ്റ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പശുപതി പുള്ളി ഗംഭീരമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചിയാനെ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് ഡെലിവറിയിൽ അടക്കം വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, വലിയ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇന്ന നടനാണ് നമുക്ക് ഫീൽ ചെയ്യില്ല, അത് ആ ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ മകനായിട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, പിന്നെ ഒരു ബ്രിട്ടീഷുകാരനായിട്ട് ചെയ്തിരിക്കുന്ന പുള്ളിക്കാരന്റെ ഒരു അനിയനോ ഫ്രണ്ടോ ആയിട്ട് ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷുകാരുണ്ട്, പുള്ളിക്കാരൻ, അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും, ഒരാളെ പോലും നമുക്ക് എവിടെയും ഇയാള് നോർമലായിട്ട് അഭിനയിച്ചല്ലോ നമുക്ക് തോന്നില്ല. നോർമൽ അല്ല, ആ കാലത്തുള്ള ആളുകൾ തന്നെയാണ് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. അതിന് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിനെ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഈ ചിയാൻ വിക്കത്തിന്റെ ഇവിടെ ഒരു വെട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു മറുകുണ്ട്, അതുവരെ എന്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കണം പറയാം. അത്രയും ഞെട്ടിച്ചിട്ടുള്ള ഒരു സിനിമ. എനിക്കൊന്ന് ഒരുപാട് കാലമായി ഇങ്ങനെ എൻജോയ് ചെയ്തൊരു സിനിമ കണ്ടിട്ട്. ഓരോ സമയത്തും എവിടെയും ഒരു ലാഗോ, എവിടെയെങ്കിലും ഒരു ഇതെന്താ ഇങ്ങനെ, ഇതെന്താ സംഭവം, അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ കാണുന്നത് നമുക്കിത് കണക്ട് ചെയ്യാൻ തോന്നണമെന്നില്ല, അത് ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയല്ല. നമ്മൾ അപ്പൊ എന്താണോ സ്ക്രീനിൽ കാണുക അതൊക്കെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവ് വാവ്, ഓ ഇങ്ങനത്തെ ഒരു സാധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ് തങ്കലാൻ. കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കാണുക. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൊണ്ട്, ജി വി പ്രകാശ് മ്യൂസിക് ഇരുന്ന് പുള്ളിക്കാരനാണ്. സൗണ്ട് മിക്സ് എനിക്ക് അറിയില്ല, BGM ഫുള്ളായിട്ട് പുള്ളിക്കാരൻ തന്നെയാണോ, ഒരു മിക്സിംഗിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ അവരും ഗംഭീരമാണ്, ഗംഭീരം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് സീന് നമ്മളിങ്ങനെ ഒരു നോർമലായിട്ട് കാണുകയാണെങ്കിൽ, നോർമൽ മീൻസ് BGMന്റെ കാര്യത്തിലാണ് പറയുന്നത്, സീനൊക്കെ ഗംഭീരമാണ്. നോർമൽ ഒരു ബീറ്റ് നമ്മൾ സാധാ സിനിമയിൽ കാണുന്ന മ്യൂസിക്കിൽ ഇങ്ങനെ പോകണമെങ്കിൽ പിന്നത്തെ 5 മിനിറ്റ് നമ്മളുള്ളിൽ ഇങ്ങനെ അല്ല അടിക്കുകയാണ് മ്യൂസിക്. ആ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് പിന്നെയും ഒരു 2 മിനിറ്റ് നോർമൽ ആണെങ്കിൽ അടുത്ത 2 മിനിറ്റ് ഭയങ്കരം. ഇങ്ങനെ 2.25 മണിക്കൂർ നമ്മളൊരു സിനിമ ഇരുന്ന് കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, അതിന്റെ ഫീൽ എന്തായിരിക്കും. അത്ര കിടലൻ സിനിമ. എന്നെ സംബന്ധിച്ചോളം 10ൽ 9.9 ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ടെങ്കിലും ഇത്രയും അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമ എനിക്ക് എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല. തിയേറ്ററിൽ ഞാൻ കണ്ട എനിക്ക് വരുന്നില്ല. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ചില ആളുകൾക്ക് സെക്കൻഡ് ഹാഫ് വളരെ, ഞാനിപ്പോൾ 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ മൊബൈലിൽ നമ്മൾ വരുന്ന സമയത്ത് വാട്സപ്പിലൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ നമ്മൾ അറിയുന്ന ആളുകൾക്ക് അയച്ചെന്നിൽ പറഞ്ഞു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നന്നാക്കാൻ വരുന്ന രീതിയിലേക്ക്. ഇതൊക്കെ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ നന്നാക്കേണ്ടത് എനിക്കറിയില്ല. ഇതിനപ്പുറത്തേക്ക് ഏത് രീതിയിലാണ് സെക്കൻഡ് ഹാഫ് നന്നാക്കേണ്ടത്. അവർക്കൊരു പക്ഷേ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ അത് കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പല കാര്യങ്ങളും ഏറ്റവും അവസാനമാണ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു സംഭവം മനസ്സിലാവാത്തോണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണ്. എനിവേ മസ്റ്റ് വാച്ച് ആണ് സിനിമ, മസ്റ്റ് വാച്ച് ആണ്. കാണാൻ ശ്രമിക്കുക. കണ്ടിട്ടുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.